ഒരു ഭൂതക്കണ്ണാടി കിട്ടിയതും വെച്ച് ഷെർലക് ഹോംസിനെ പോലെ ഈ ലൈബ്രറി മൊത്തം ഓടി നടന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാന്ന് തോന്നുന്നു കുക്കു. ഇന്നടുത്ത ലൈബ്രറിയിൽ കുട്ടികളുടെ ആക്ടിവിറ്റി ഡേ ആയിരുന്നു. പലതരം ആക്ടിവിറ്റീസ് ഇന്ന് കളിക്കാനുണ്ടാവുമെന്ന് അറിയെങ്കിലും ആ ആക്ടിവിറ്റീസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെബിൾ ബീൻ സീഡ്സ് ആണ് ഇത്. ഇവിടുത്തുകാർ ഇത് അധികവും സാലഡിലൊക്കെ ഇട്ടിട്ടാണ് കഴിക്കാറ്. തൊട്ട പിന്നിൽ വിതറി കിടക്കുന്ന വൈറ്റ് കളർ സാധനം അരിയാണ്. നാട്ടിലായിരുന്നെങ്കിൽ മേലേപ്പറമ്പാൻ വീട് സിനിമയിലെ പോലെ അപ്പൊ നീയാണല്ലടാ ഇവൾക്ക് കളിക്കാൻ അടുക്കളയിൽ ഇരുന്ന ഫുഡ് ഐറ്റംസ് എടുത്തു കൊടുത്തതെന്ന് ചോദിച്ച അമ്മയുടെ നല്ല കിട്ടിയേനെ. പക്ഷെ ഇവരുടെ കോൺസെപ്റ്റിൽ ഇതിനെ സെൻസറി പ്ലേ എന്ന് പറയും. ടച്ച്, ഫീല്, ടേസ്റ്റ്, സ്മെല്ല്, സൈറ്റ് അങ്ങനെ കുട്ടികളിലുള്ള പല പല സെൻസുകളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഒറിജിനൽ ആയ ഐറ്റംസ് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഈ ബീൻസിന്റെ കൂടെ തന്നെ അവർ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗാർഡനിങ് ഐറ്റംസ് ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഗാർഡനിങ് ചെയ്യാന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമല്ല അവർക്ക് അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ട് പിന്നെ ആ തോന്നലിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല.